ഹായ് എവരിവൺ, പീസ് അപ്പോൺ യു. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോള് പറഞ്ഞ് ഇന്നത്തെ ഇൻട്രോ ഞാൻ എടുത്തോട്ടേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നീ എടുത്തോന്ന് പറഞ്ഞു. Hi everyone, peace upon you all. My name is Azra. ആള് വിചാരിച്ചത് സെൽഫ് ഇൻട്രോ പറയാനായിരിക്കും, എന്നിട്ട് പറഞ്ഞ് സ്വന്തം പേരൊന്നല്ല. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്ന്. അവളുടെ പേര് എൽഹാന്നാണ്. രാവിലെ തന്നെ മാറ്റി നിൽക്കുന്നതാണ് ഉമ്മൻ്റെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുബഹ്സ്കാരം കഴിഞ്ഞിട്ട് ഒരു കടുത്ത നിർബന്ധമാണ്. പിന്നെ എണീക്കുന്നത് ഒരു 8 മണി 8:30 ആ സമയത്താണ്. അപ്പോൾ ഉമ്മച്ചി രാവിലെ നൂൽപുട്ടും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. തലേ ദിവസം ഉമ്മ ചോദിക്കും എന്താ നാളെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ തന്നെ അന്ന് പറഞ്ഞത് നൂൽപുട്ടും ചിക്കൻ കറിയും മതിയെന്ന്. ഞാൻ എണീച്ച് വന്നപ്പോൾ തന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയന് ഇപ്പോഴൊന്നും എണീക്കില്ല, ഉച്ചക്കൊക്കെ ആവും എണീക്കാം. ഞാൻ വന്നിട്ട് 7 more days ആയി. സോ നേരെ ഉമ്മൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ 7 ദിവസത്തോളം അവിടെ നിന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എല്ലാം പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ആദ്യമൊക്കെ അനിയത്തി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതിന് കൊണ്ട് തന്നെ അവൾക്ക് അതിനൊന്നും പറ്റില്ല. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്യണം. അങ്ങനെ ഞാനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൽഹക്കുട്ടി ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പണി തുടങ്ങി. പിന്നെ എനിക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട കുറച്ച് കൂടി ഓവറാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കും കുടിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണി ചെയ്യും, പിന്നെയും പോയി ജ്യൂസ് ഉണ്ടാക്കും കുടിക്കും. അതന്നെയാണ് എൻ്റെ പണി. അങ്ങനെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. പിന്നെ കുറച്ച് ഐറ്റംസ് അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മേടിച്ച് വെക്കുന്നതാണ്. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം കുറേ കാലമായി മേടിക്കണം എന്ന് വിചാരിക്കുന്നത്. കുറേ ആയി ഞാൻ കാട്ടിലിട്ട് വെച്ചിട്ട്. അറ്റ്ലാസ്റ്റ് ഞാനത് മേടിച്ച്. നല്ല ക്ലോത്താണ്, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര സുഖമുണ്ട് ഇട്ട് നോക്കാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അത് ഇട്ട് നോക്കിയിരുന്നു. കാരണം നമുക്ക് റിട്ടേൺ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാൻ. റിട്ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് നല്ല സാധനം ആണ്. ഞാൻ നോക്കിയപ്പോൾ അടിപൊളിയാണത്. പിന്നെ അതാ ഈ ഒരു ഹാങ്ങിങ് സംഭവം ഒരു ജസ്റ്റ് കണ്ടപ്പോൾ ഭംഗി തോന്നിയപ്പോൾ മേടിച്ചതാണ്. ഈ പ്രോഡക്റ്റ് ആദ്യം വന്നപ്പോൾ ഡാമേജ് ഉണ്ടായിരുന്നു, എന്നിട്ട് അത് റിട്ടേൺ കൊടുത്തിട്ട് പിന്നെ നല്ല കിട്ടിയതാണ്. ഈ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈ പ്രൊഡക്ട്സൊക്കെ മീഷോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചതാണ്. ഒരു ബിലോ 500ൻ്റെ ഉള്ളിലേ ഉള്ളൂ ഐറ്റംസൊക്കെ വരുന്നത്. പിന്നെ അതാ ഈ ഒരു ബോക്സിൽ ഒരു കൂട്ടം കയ്യിലാണ്. ഭയങ്കര അടിപൊളി ഐറ്റമാണ് കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ഐറ്റംസൊക്കെ കുറച്ച് ലൈറ്റ് വെയ്റ്റും കുറച്ചൊരു കനം ഒക്കെ ഉണ്ട്, കുറച്ച് കയ്യിലിനൊക്കെ. പിന്നെ കുറച്ച് അതിലൊരു 4 സ്പൂണും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ബോക്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി മേടിച്ചതാണ്. അടിപൊളിയാണ് കേട്ടോ ഇതും. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.